ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ മക്കളൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ വന്നിട്ട് മോൻ ചോദിച്ചിട്ടുണ്ട് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പഴമൊക്കെ നല്ല 3 പഴുത്ത പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ സൈസിലൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇനി അതിന് മുന്നേ നമുക്കൊന്ന് മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മാവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളിതാ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ അത് ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കേണ്ടത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ചേർത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതാ പഴം അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പഴം ഇതാ ചെറിയ സൈസിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പഴം ഓരോന്നായിട്ട് മാവിലിട്ട് കൊടുത്തിട്ട് മുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പഴമൊക്കെ ഓരോന്നായിട്ട് ഇതാ മാവിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഒക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോ പഴമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ആദ്യത്തെ ട്രിപ്പ് പഴമൊക്കെ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഇതിൽ മാവ് കുറച്ച് കമ്മി തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി മാവ് എടുത്തിട്ട് ഒന്ന് ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ മാവ്. അതിന് ശേഷം എന്താ രണ്ടാമത്തെ ട്രിപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതാ പഴംപൊരി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഴംപൊരി അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് 4 മണിക്കൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്ക് നേന്ത്രപ്പഴം കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പഴംപൊരി റെഡി ആയി വന്നപ്പോൾ മക്കൾക്ക് ഇനി ചായയും പഴംപൊരിയും കൂടി കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അവരുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അതാ അവർ പഴംപൊരി കഴിക്കാൻ കേട്ടോ. അടിപൊളിയായി എന്നൊക്കെ പറയുന്നുണ്ട്, സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ. ബൈ, അടുത്ത വീഡിയോ കാണാം.